Example 1.11. An electric field is uniform and in the positive x direction for positive x and uniform with the same magnitude but in the negative x direction for negative x. It is given that E is equal to 200 I Newton per Coulomb for x greater than 0 and E is equal to minus 200 I Newton per Coulomb for x less than 0. A right circular cylinder of length 20 cm and a radius 5 cm has its center at the origin and its axis along the x-axis so that one face is at x is equal to plus 10 cm and other is at x is equal to minus 10 cm. Question number A. What is the net outward flux through each flat face? Question number B. What is the flux through the side of the cylinder? Question number C. What is the net outward flux through the cylinder? And D. What is the net charge inside the cylinder? ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ആദ്യം നമ്മൾ ഒരു സിലിണ്ടർ വരയ്ക്കണം. എന്ത് വരയ്ക്കണം മക്കളെ? ഒരു സിലിണ്ടർ വരയ്ക്കണം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ സിലിണ്ടർ ഇരിക്കുന്നത് എക്സ് ആക്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്തിലാണ് ഇരിക്കുന്നത്? ഇതൊരു എക്സ് ആക്സിസിലാണ് ഇരിക്കുന്നത്. ഇതിന്റെ സെന്റർ പൊസിഷൻ ഒറിജിനിലാണ്, അതായത് ഇവിടെ ഒറിജിനിലാണ്. ഇവിടുത്തെ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു പ്ലസ് 10 ആണ്, ഇവിടെ എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് 10 ആണ്. അപ്പൊ ഈ ഒരു സിലിണ്ടറിന്റെ ലെങ്ത് എത്ര കിട്ടും? 20 സെന്റിമീറ്ററും കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഇനി ഇവർ പറഞ്ഞിട്ടുണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ സീറോയില് ഇയുടെ വാല്യൂ എത്ര? ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, അതായത് 200 ഐ ക്യാപ്പ് ആണ്. അതായത് ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. ഇനി എക്സ് ലെസ് ദാൻ സീറോയില് ഈ എന്താ? മൈനസ് 200 ഐ ക്യാപ്പ്, അതായത് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. മൈനസ് 200 ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ആദ്യം നമുക്ക് ഇതിന്റെ ഈ രണ്ട് ഫ്ലാറ്റ് ഫേസ്, ഇതിന് രണ്ട് ഫ്ലാറ്റ് ഫേസാ ഉള്ളത്, ഒരെണ്ണം ഇതും ഒരെണ്ണം ഇത്. ഈ രണ്ട് ഫ്ലാറ്റ് ഫേസിലുള്ള എന്ത് കണ്ടുപിടിക്കണം? നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അതുപോലെ പിന്നെ നമുക്ക് ഈ ഒരു സിലിണ്ടറിന്റെ സൈഡ്, അതായത് ഇതാണ് ഈ ഒരു സിലിണ്ടറിന്റെ സൈഡ് എന്ന് പറയുന്നത്, ഈ സൈഡിൽ കൂടെ ഉള്ള ഫ്ലക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ടോട്ടൽ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ്, ഈ ഒരു സിലിണ്ടറിലുള്ള ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് നെറ്റ് ചാർജും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വീതം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എ പാർട്ട് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫ്ലാറ്റ് ഫേസ്. ഈ ഓരോ ഫ്ലാറ്റ് ഫേസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടുത്തെ ഫ്ലക്സ് എത്ര കിട്ടൂടാ? ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 is equal to E dot S ആണ്, അല്ലെങ്കിൽ ES cos θ ആണ്. ഇവിടെ സർഫസ് ഏരിയ ഇങ്ങോട്ടാണ്, പെർപെൻഡിക്കുലർ ടു സർഫസ് അല്ലേ, അത് രണ്ട് സെയിം ഡയറക്ഷൻ, ഇവിടേക്കുള്ള ആംഗിൾ 0 ആവും. അപ്പൊ cos 0 1 വരും. അപ്പൊ ES എടുത്താൽ മതി, അതായത് 200 ഇൻറ്റു എസ് എത്ര വരുവാടാ? എസ് എന്ന് പറയുന്നത് എത്ര വരും? പൈ ആർ സ്ക്വയർ അല്ലേ. അപ്പൊ പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാണ്? റേഡിയസ് 5 സെന്റിമീറ്റർ എന്ന് ആയിട്ടുണ്ട്. ഈ സിലിണ്ടറിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ എന്ന് ആയിട്ടുണ്ട്. അപ്പൊ 5 ഇൻറ്റു 10⁻⁻² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുമെന്നോ? 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് എന്ന് കിട്ടും. 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ്. ഇനി ഈ ഫ്ലാറ്റ് ഫേസ് എടുക്കാം. ഈ ഒരു ഫേസ് എടുക്കുന്നെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ സർഫസ് വെക്ടർ ഇതിന് പെർപെൻഡിക്കുലർ, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പൊ ഇവിടുത്തെ തീറ്റ എത്ര കിട്ടും? 0 കിട്ടും. ഫ്ലക്സ് എന്തിന് ഈക്വലാവും? ES-ന് ഈക്വലാവും. ഇലക്ട്രിക് ഫീൽഡ് 200 ഐ എടുക്കാം, നമുക്ക് ഡയറക്ഷൻ ആണ് മൈനസ് ആണ്, അത് നീ എടുക്കണ്ട. ഇൻറ്റു ഏരിയ എന്താ? സെയിം തന്നെയല്ലേ, പൈ ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻² ദ സ്ക്വയർ എന്ന് വരും. ഈസിക്കൽ ടു ഇത് എത്ര കിട്ടും? 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് എന്ന് കിട്ടും. 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ്. അപ്പം റൈറ്റ് ഫേസിലാണെങ്കിലും ലെഫ്റ്റ് ഫേസിലാണെങ്കിലും എത്ര തന്നെയാടാ? 1.57. ഓരോ ഫേസിലും 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോംബ് ആണ് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി നമ്മുടെ എന്ത് ക്വസ്റ്റ്യൻ? ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദി ഫ്ലക്സ് ത്രൂ ദ സൈഡ് ഓഫ് ദി സിലിണ്ടർ. ഈ ഒരു ഫ്ലക്സ്, ഈ ഒരു സിലിണ്ടറിന്റെ ഈ ഒരു സൈഡിലുള്ള ഫ്ലക്സ് എത്ര എന്നാണ്. ഈ ഒരു സിലിണ്ടറിന്റെ ഈ സൈഡിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ത്? സർഫസ് ഏരിയ ആയിട്ട്. അതും ഈ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, ഇടയ്ക്കുള്ള ആംഗിൾ 90 ആയിരിക്കും. അപ്പൊ അവിടെ ഉള്ള ഈ ഒരു സിലിണ്ടറിന്റെ സൈഡിലുള്ള ഏത് പോയിന്റ് എടുത്താലും അവിടെ അവർ തമ്മിലുള്ള ആംഗിൾ 90 വരും. അപ്പൊ അവിടുത്തെ ഫ്ലക്സ് എന്ത് വരും? 0 വരും. അപ്പൊ അതിന്റെ എന്താണ്? ആ ഒരു സൈഡ് ഓഫ് ദി സിലിണ്ടറിൽ എന്തില്ല? ഫ്ലക്സ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ബി ഓപ്ഷൻ 0 ആയി. ഇനി സി നോക്കുക. വാട്ട് ഈസ് ദി നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ദ സിലിണ്ടർ. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എത്ര കിട്ടുമെന്ന്. നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. ആകെ സിലിണ്ടറിന് ഈ ഒരു സൈഡും, അതായത് ചുറ്റുമുള്ള ഒരു കർവ്ഡ് സർഫസും ആ സൈഡും രണ്ട് ഫ്ലാറ്റ് ഫേസ് അല്ലേ ഉള്ളൂ.
അപ്പൊ ആ അത്രയും കൂടെ ഫ്ലക്സ് കൂട്ടിയാൽ മതി. അപ്പൊ രണ്ട് ഫ്ലാറ്റ് ഫേസിൽ 1.57 പ്ലസ് 1.57 സൈഡിൽ 0 ഈസിക്കൽ ടു എത്ര കിട്ടും മക്കളെ? 3.14 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് കിട്ടും. 3.14 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. അത് നമുക്ക് കിട്ടി. ഇനി ഡി പാർട്ട് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സിലിണ്ടർ? ഈ ഒരു സിലിണ്ടറിൽ കൂടെ ഉള്ള നെറ്റ് ചാർജ് എത്രയാണ് ക്വസ്റ്റ്യൻ. Q ഈസിക്കൽ ടു എന്താണ്? എപ്സിലോൺ 0 ഇൻറ്റു 5 ആണ്. ദാറ്റ് ഈസ് എപ്സിലോൺ 0 എത്രയാ മക്കളെ? 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 5 എത്രയാ? 3.14 ഈസിക്കൽ ടു 2.78 ഇൻറ്റു 10⁻⁻11 കൂളോം എന്ന് കിട്ടും. എത്ര കിട്ടും? 2.78 ഇൻറ്റു 10⁻⁻11 കൂളോം. അപ്പൊ നെറ്റ് ചാർജും കിട്ടിയില്ലേ? 4 ക്വസ്റ്റ്യനും ക്ലിയർ ആയില്ലേടാ? ഓക്കെ അല്ലേ? അതായത് ആദ്യം നമ്മുടെ ഫ്ലാറ്റ് ഫേസ് എടുക്കാൻ നമ്മൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് സർഫസ് ഏരിയയുടെ എന്ത് ചെയ്യണം? ആ ഒരു വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ വെച്ച് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഇനി നമ്മുടെ ബി പാർട്ടിൽ സൈഡ് ഓഫ് ദി സിലിണ്ടർ വെച്ച് അപ്പൊ അവരുടെ ഇടയിലുള്ള ആംഗിൾ അവിടുത്തെ ഏത് പോയിന്റ് എടുത്താലും ഒരു സൈഡിൽ ഏത് പോയിന്റ് എടുത്താലും സർഫസ് ഏരിയ വെക്ടറും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 വരും. അപ്പൊ അവിടുത്തെ ഫ്ലക്സ് 0 ആയി പോകും. നെറ്റ് ഫ്ലക്സ് വെച്ച് ഇതെല്ലാം കൂടെ കൂട്ടാം. ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എപ്സിലോൺ 0 ഇൻറ്റു 5. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 1.12. An early model for an atom considered it to have a positively charged point nucleus of charge ZE. അതായത് ഇതൊരു ആറ്റം ആണ്. അതിന് പോസിറ്റീവ്ലി ചാർജ്ഡ് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അവിടുത്തെ ചാർജ് ZE ആണ്. സറൗണ്ടഡ് ബൈ എ യൂണിഫോം ഡെൻസിറ്റി ഓഫ് നെഗറ്റീവ് ചാർജ് അപ് ടു റേഡിയസ് ആർ. യൂണിഫോം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ചാർജ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അങ്ങനെ നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആറ്റം വോൾ ഈസ് ന്യൂട്രൽ. അതായത് ഈ ഒരു ആറ്റം ഫുൾ എടുക്കുകയാണെങ്കിൽ അത് ന്യൂട്രൽ ആണ്. പോസിറ്റീവ് പ്ലസ് ഇസഡിയും മറ്റേത് എത്ര വരണം? മൈനസ് ഇസഡിയും വരണം എന്നാണ് അർത്ഥം. കാരണം ഇത് പ്ലസ് ഇസഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലത്തെ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എത്രയായിരിക്കും? ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് മൈനസ് ഇസഡിക്ക് ഈക്വൽ ആയിരിക്കും. എങ്കിലല്ലേ ടോട്ടൽ എന്താവും? ആറ്റം ന്യൂട്രൽ ആവുള്ളൂ. For this model, what is the electric field at a distance r from the nucleus? അതായത് ഇവിടുന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമുക്ക് രണ്ട് പോയിന്റ് r ആയിട്ട് എടുക്കാം. ഒന്ന് ഇവിടെ ഉള്ള ഒരു പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിലാണ് r ഡിസ്റ്റൻസ് അകലെങ്കിൽ ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ്. ഇനി r ഡിസ്റ്റൻസ് അകലെ എന്ന് ഉദ്ദേശിക്കുന്ന പുറത്തുള്ള ഒരു പോയിന്റ് ആണ്. ഇത് r ഡാഷ് എന്ന് എടുക്കാം. എങ്കിൽ ആ പോയിന്റിൽ എന്ത് കണ്ടുപിടിക്കണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഈ എയിലെയും കണ്ടുപിടിക്കണം, പിയിലെയും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് എയിലെ കൺസിഡർ ചെയ്യാം. ഈ കുഞ്ഞാറിന്റെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് എ അല്ലെങ്കിൽ ഇൻസൈഡിലുള്ള ഒരു r എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താ? 1/4πε0 × Q/r². അപ്പൊ ഞാൻ ഇവിടെ വെച്ച് എന്ത് ഉണ്ടാക്കും? ഇവിടെ വെച്ച് ഞാൻ ഒരു ഗോസിയൻ സർഫസ് എന്ത് ചെയ്യൂടാ? ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യും. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്താൽ എനിക്ക് ഗോസിയൻ സർഫസിലുള്ള ചാർജ് എൻക്ലോസ്ഡ് ആദ്യം കണ്ടുപിടിക്കണ്ടേ? ഈ ഒരു ഗോസിയൻ സർഫസിലുള്ള ചാർജ് എൻക്ലോസ്ഡ് കണ്ടുപിടിക്കണം. ഈ ഒരു ആറ്റം മൊത്തത്തിലാണ് മൈനസ് ചാർജ് എത്ര? മൈനസ് ഇസഡി. എനിക്ക് ഇവിടുത്തെ പോസിറ്റീവ് എനിക്കറിയാം ഇസഡി. ഈ മൈനസ് ചാർജ് എത്രയാന്ന് കണ്ടുപിടിക്കണം. മൈനസ് ചാർജ് എത്രയാന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഇല്ലേ? എന്താ? ഈ ഒരു വോൾ വോളിയത്തിൽ എന്തുണ്ട്? അവിടെയുള്ള ഫുൾ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് മൈനസ് ഇസഡി ആണ്. ഈ ഒരു ഫുൾ വോളിയത്തില് അവിടുത്തെ വോളിയം എന്ന് പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് മൈനസ് ഇസഡി ആണ്. അതായത് 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബിലുള്ള നെഗറ്റീവ് ചാർജ് മൈനസ് ഇസഡി ആണ്. എനിക്ക് എവിടെയുള്ള കണ്ടുപിടിക്കേണ്ടത്? ഈ സ്മാൾ ആർ ക്യൂബിലുള്ള ഈ ഒരു ഗോസിയൻ സ്ഫിയറിന്റെ എന്താണ്? ചാർജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് എത്രയായിരിക്കും? ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള ചാർജ് എന്ന് പറയുന്നത് മൈനസ് ഇസഡി ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ ക്യൂബ് ആയിരിക്കും. എങ്കിൽ ഇത് യൂണിഫോം ഡെൻസിറ്റി ആണ്. അതായത് യൂണിഫോംലി അറേഞ്ച്ഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് 4/3 പൈ ആർ ക്യൂബിലുള്ള അതായത് ഞാൻ കൺസിഡർ ചെയ്ത ഗോസിയൻ സർഫസിലുള്ള നെഗറ്റീവ് ചാർജ് എത്ര കിട്ടൂടാ? 1 യൂണിറ്റ് വോളിയം ആണെങ്കിൽ മൈനസ് ഇസഡി ബൈ 4/3 പൈ ആർ ക്യൂബ്. അപ്പൊ ഇത്രയും ഒരു വോളിയത്തിലുള്ളതാണെങ്കിൽ എത്ര വരും? മൈനസ് ഇസഡി ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് എന്ന് വരും അല്ലേ? അതെ. ഇത് എത്ര കിട്ടും? ഈ 4/3 പൈയും 4/3 പൈയും വെട്ടിപ്പോവും. മൈനസ് ഇസഡ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ ക്യൂബ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇതെന്താണ്? ഈ ഞാൻ കൺസിഡർ ചെയ്ത ഈ ഒരു ഗാസിയൻ സർഫസിലെ നെഗറ്റീവ് ചാർജസിന്റെ സമ്മാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടുത്തെ ചാർജ് എൻക്ലോസ്ഡ് എത്ര വരും? ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എത്രയാ? പ്ലസ് ഇസഡി. അപ്പൊ ഇസഡി പ്ലസ് നെഗറ്റീവ് ചാർജ് എത്രയാ? മൈനസ് ഇസഡി ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ ക്യൂബ്. അപ്പൊ എത്ര കിട്ടും? ZE ഇൻറ്റു 1 മൈനസ് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് കിട്ടും. ഇതായിരിക്കും ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ ചാർജ് എൻക്ലോസ്ഡ് എനിക്ക് കിട്ടി. ഇനി എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചൂടെ? ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ സർഫസ് ഓഫ് R ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q എത്രയാ? ZE ഇൻറ്റു 1 മൈനസ് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു 1/r².
അല്ലേ? അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? 1/4πε0 ഈ Z എന്ത് ചെയ്യാടാ ഇങ്ങോട്ട് കോമൺ ആയിട്ട് എടുക്കാം. അപ്പൊ Z ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു ഈ r² കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ. അപ്പൊ 1/r² മൈനസ് r³ ഇവിടെ ഒരു r² വരും. അപ്പൊ r² r³ വെട്ടിയിട്ട് ബാക്കി ഒരു r വരും. r ഡിവൈഡഡ് ബൈ r³ എന്ന് വരും. ഇതാണ് നമ്മുടെ എന്താ ഒരു r ഡിസ്റ്റൻസ് അകലെ. ആ r അകത്തുള്ള പോയിന്റ് ആണെങ്കിൽ r ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് എന്ത് മക്കളെ? Z ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r² മൈനസ് r ഡിവൈഡഡ് ബൈ r³ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എവിടെയാ കൺസിഡർ ചെയ്യുന്നത്? നമ്മുടെ ഈ ഔട്ട്സൈഡിൽ പോയിന്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഔട്ട്സൈഡ് പോയിന്റിൽ ഇവിടെയുള്ള എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് അസ്യൂം ചെയ്യുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ചാർജ് എൻക്ലോസ്ഡ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ചാർജ് എൻക്ലോസ്ഡ് എത്രയാവും? ഈ ഒരു ആറ്റം വോൾ ന്യൂട്രൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾ ചാർജ് എന്തായി പോകും? ആറ്റം ന്യൂട്രൽ ആയതുകൊണ്ട് വോൾ ചാർജ് ഉണ്ടോ? അതിന് ഇല്ല, 0 ആയി പോകും. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താവും മക്കളെ? 0 ആയിട്ട് മാറും. ഇലക്ട്രിക് ഫീൽഡ് എന്താവും? 0 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിന്റെ അകത്ത് ഒരു ഇൻഡക്ഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, തിയറിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് എന്തിലോട്ട് പോവാം? എക്സസൈസ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കേടാ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വന്നു അല്ലേ? എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മാൾ ചാർജ്ഡ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 × 10⁻⁻⁷ കൂളോം ആൻഡ് 3 × 10⁻⁻⁷ കൂളോം പ്ലേസ്ഡ് 30 സെൻറ്റിമീറ്റർ എപ്പാർട്ട് ഇൻ എയർ. നമുക്ക് എന്താ കാണേണ്ടത്? ഫോഴ്സ് ആണ് കാണേണ്ടത്. നമുക്കറിയാം ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കൂളോംസ് ലോ അല്ലേ? അതായത് F = 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ r². ഇതല്ലേ ഇക്വേഷൻ? അതെ. ഇനി 1/4πε0യുടെ വാല്യൂ എത്രയാ? 9 × 10⁻⁹ ഇൻറ്റു Q1 എത്രയാണ്? 2 × 10⁻⁻⁷ ഇൻറ്റു Q2 എത്രയാണ്? 3 × 10⁻⁻⁷ ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ എപ്പാർട്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആറ് എത്രയാവും? നമുക്കിതിനെ മീറ്ററിലാക്കണം അല്ലേ? അപ്പോൾ 13 ഡിവൈഡ് ബൈ 100 മീറ്റർ എന്ന് വരും. അത് എത്ര കിട്ടും? 0.3 മീറ്റർ എന്ന് വരും. അപ്പോൾ 0.3 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 9 × 10⁻⁹ ഇൻറ്റു 2 × 3 എത്രയാ? 6 × 10⁻⁻14 ഡിവൈഡഡ് ബൈ ഇവിടെ 3 × 10⁻⁻1 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതിനെ 9 × 10⁻⁻2 എന്ന് എഴുതാം. ഈ 9 9 എന്തായി പോകും? ക്യാൻസലായി പോകും. അപ്പോൾ എനിക്ക് 6 ഇൻറ്റു ഈ 10⁻⁻2 മുകളിൽ ചെല്ലുമ്പോൾ എന്താവും? 10² ആവും. ആ 10² ഇതും കൂടെ 10⁻⁻12 ആവും. അപ്പോൾ 10⁻9 × 10⁻⁻12 എത്ര വരും? 10⁻³ ന്യൂട്ടൺ എന്ന് വരും. എത്ര കിട്ടും? 6 × 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടും അല്ലേ? ഇവിടെ ഈ രണ്ട് ചാർജസ് നോക്കിയാൽ പ്ലസ് ചാർജ് അല്ലേ? അതായത് 2 × 10⁻⁻7 3 × 10⁻⁻7. അപ്പോൾ രണ്ട് ചാർജസും എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ രണ്ട് ചാർജസും ലൈക്ക് ചാർജസ് ആണെന്ന് പറയാം. ഇവിടെ രണ്ട് ചാർജസ് എന്താ മക്കളെ? ലൈക്ക് ചാർജസ് ആണ്. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കൂളോംബിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് നേച്ചർ ആയിരിക്കും? ഇവിടെ റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. റിപ്പൾസീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് ഒരു അൺലൈക്ക് ചാർജസ് ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. ലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് എന്തായിരിക്കും? റിപ്പൾസീവ് നേച്ചർ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫോഴ്സ് 6 × 10⁻³ ന്യൂട്ടൺ എന്നും കിട്ടി. അതുപോലെ അതൊരു റിപ്പൾസീവ് ഫോഴ്സ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1.2. The electrostatic force on a small sphere of charge 0.4 microcoulomb due to another small sphere of charge minus 0.8 microcoulomb in air is 0.2 Newton. അതായത് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? 0.2 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. അത് ആരൊക്കെ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്? 0.4 മൈക്രോകുളോംബുള്ള ഒരു ചാർജുള്ള കുഞ്ഞി സ്പിയറിന്റെ -0.8 മൈക്രോകുളോംബ് ചാർജുള്ള ഒരു കുഞ്ഞി സ്പിയറിൻ്റെയും ഇടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് ഇത്ര മക്കളെ? 0.2 ന്യൂട്ടൺ എന്ന് തന്നിട്ടുള്ളത്. നമുക്കിനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കണ്ടേ? എ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കിയിടാം. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്പിയേഴ്സ്? ആ രണ്ട് സ്പിയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദി സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്? അതായത് സെക്കൻഡ് സ്പിയറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ഫസ്റ്റ് സ്പിയർ മൂലം സെക്കൻഡ് സ്പിയറിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എത്രയാണെന്നും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം F = 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r² ആണ്.
1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുന്ന് 0.2 ഈസിക്കൽ ടു 1/4πε0 എത്രയാണ് 9 ഇൻറ്റു 10⁻9 ഇൻറ്റു Q1 എത്രയാണ് 0.4 മൈക്രോ കൂളോംബ് അല്ലേ, അപ്പോൾ 0.4 ഇൻറ്റു 10⁻6 ഇൻറ്റു Q2 എത്രയാണ് -0.8 മൈക്രോ കൂളോംബാണ്. നമുക്കിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും 0.8 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 ഇൻറ്റു 0.4 ഇൻറ്റു 10⁻6 ഇൻറ്റു 0.8 ഇൻറ്റു 10⁻6 ഡിവൈഡഡ് ബൈ 0.2 എന്ന് കിട്ടും. ഇതും വെട്ടുമ്പോൾ ഇവിടെ 2 കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് 9 ഇൻറ്റു 2 18 ഇൻറ്റു 0.8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക് 18 ഇൻറ്റു 0.8 എന്ന് പറയുമ്പോൾ 14.4 എന്ന് കിട്ടും. അപ്പോൾ 14.4 ഇൻറ്റു 10⁻9നും 10⁻6 എത്ര കിട്ടും 10⁻3 കിട്ടും. 10⁻3യും 10⁻6 എത്ര കിട്ടും ഇവിടെ 10⁻3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ഇതാണ് ആർ സ്ക്വയർ കിട്ടുന്നത്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം 144 ഇൻറ്റു 10⁻4 എന്ന് എഴുതിക്കൂടെ. ഇത് ആർ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 144 ഇൻറ്റു 10⁻4. അപ്പോൾ ഇവിടെ ആർ ഈസിക്കൽ ടു എത്ര കിട്ടും 12 ഇൻറ്റു 10⁻2 എന്ന് കിട്ടും. എത്ര കിട്ടും 12 ഇൻറ്റു 10⁻2 മീറ്റർ എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ റൂട്ട് അതിനെ എനിക്ക് എങ്ങനെ എഴുതാം 0.12 മീറ്റർ എന്ന് എഴുതാം. 0.12 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കി. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് സ്പിയർ ഡ്യൂ ടു ദ ഫസ്റ്റ്. അതായത് ഫസ്റ്റ് സ്പിയർ കൊണ്ട് സെക്കൻഡ് സ്പിയറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെയാണെന്നാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്പിയർ കൊണ്ട് സെക്കൻഡ് സ്പിയറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണെന്ന് അറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി. ഇവിടെ രണ്ട് സ്പിയർ എന്താ ചെയ്യുന്നത് അട്രാക്റ്റാണ് ചെയ്യുന്നത് സെയിം ഫോഴ്സിൽ. അതാ കൂളോമിക് ഫോഴ്സിൻ്റെ പ്രത്യേകത. രണ്ട് സ്പിയർ സെയിം ഫോഴ്സിലായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്പിയർ കൊണ്ട് ഫസ്റ്റ് സ്പിയറിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്പിയർ കൊണ്ട് സെക്കൻഡ് സ്പിയറിൽ ഉണ്ടാകുന്ന ഫോഴ്സ് വെച്ചാൽ അത് എത്ര തന്നെ ആയിരിക്കും ഇവിടെ നമ്മുടെ ഈ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും 0.2 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരും 0.2 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, എയും ബിയും ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1.3. Check that the ratio k e square divided by g m e m p is dimensionless. Look up a table of physical constants and determine the value of this ratio. What does the ratio signify? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ഇ എം പി എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ. കെ എന്ന് പറഞ്ഞാൽ എന്താ 1/4πε0 ആണ്. അപ്പോൾ 1/4πε0യുടെ ഡയമെൻഷൻ വേണ്ടേ? വേണം. നമുക്കറിയാം കൂളോമിക് ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ്. ഇവിടുന്ന് 1/4πε0 ഈസ് ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ Q1 Q2 എന്ന് കിട്ടും. എഫ് എത്രയാണ് മക്കളെ MLT⁻2 ആണ്. ഇൻറ്റു ആർ എന്താ മക്കളെ L സ്ക്വയർ ആണ്. ഡിവൈഡഡ് ബൈ Q1 Q2 80 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും ML³ T⁻2 ഈ ടി സ്ക്വയറുടെ മുകളിൽ ചെല്ലുമ്പോൾ T⁻4 A⁻2 എന്ന് കിട്ടും. 1/4πε0യുടെ ഡയമെൻഷൻ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം 1/4πε0യ്ക്ക് പകരം ML³ T⁻4 A⁻2 ഇൻറ്റു ഇക്ക് പകരം 80 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാ M⁻1 L³ T⁻2 ഇൻറ്റു മാസിൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതെങ്ങനെ ഇട്ടുവിടാം ML³ T⁻4ഉം ഈ ടി സ്ക്വയറും കൂടെ എത്ര കിട്ടും T⁻2 എന്ന് വരും. A⁻2 A സ്ക്വയറും കൂടെ ക്യാൻസലായി പോകും. ഡിവൈഡഡ് ബൈ M⁻1 M സ്ക്വയറും കൂടെ M ആവും L³ T⁻2 എന്ന് കിട്ടും. ഇത് രണ്ട് സെയിം ഡയമെൻഷൻ അല്ലേ? അതെ. അപ്പോൾ ഇതെന്തായി ക്യാൻസലായി പോയിട്ട് ഈ കെ ഇ സ്ക്വയർ ബൈ ജി എം ഇ എം പി എന്ന് പറയുന്നത് എന്താ നമുക്ക് മനസ്സിലായി. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് ആയിട്ടുള്ള ഒരു എന്താ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആണെന്ന് മനസ്സിലായി. ഡയമെൻഷൻലെസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അല്ലാതെ തന്നെ ഇത് ഡയമെൻഷൻലെസ് ആണ് നമുക്ക് പറയാം. എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ഒരു കെ ഇ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ജി എം ഇ എം പി ഉണ്ട്. കെ ഇ സ്ക്വയർ എന്തിൽ വരുന്നതാണ് നമ്മുടെ കൂളോമിക് ഫോഴ്സിൽ വരുന്നതാണ്. കൂളോമിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ കെ എന്ന് പറഞ്ഞാൽ 1/4πε0 അതായത് കെ ഇ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ അല്ലേ 1/4πε0 ഇൻറ്റു എന്താ
Q1 Q2 by R square. അതിനെ എങ്ങനെ എഴുതാം? K E square by R square എന്ന് എഴുതിക്കൂടെ? കാരണം ഇവിടെ ഇപ്പോൾ ഇലക്ട്രോൺ ആയാലും പ്രോട്ടോൺ ആയാലും രണ്ടിന്റെ ചാർജ് എത്ര തന്നെയാണ്? 1.6 × 10⁻⁻⁹ കൂളോംബാണ്. അപ്പോൾ K E square by R square എന്ന് കിട്ടും Fe എന്ന് പറയുന്നത്. ഇവിടുന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര കിട്ടും? GMEMP രണ്ടുടെ മാസ് ഡിഫറെന്റ് ആണ്. ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R square. ഇതല്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടെ ഞാൻ Fe by Fg എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലേ എന്ത്? K E square ഡിവൈഡഡ് ബൈ GMEMP എന്നുള്ളത്. R square ക്യാൻസൽ ആയി പോയിട്ട് Fe by Fg എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? K E square by GMEMP എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ ഈ ഒരു റേഷ്യോ സിഗ്നിഫൈ ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? K E square by GMEMP എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലുള്ളതാ ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്? ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും കൂടെ റേഷ്യോ ആണ് എന്ത് മക്കളെ? K E square by GMEMP എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിന്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. K E square by GMEMPയുടെ വാല്യൂ കണ്ടുപിടിക്കാം. K എന്ന് പറഞ്ഞാൽ എന്താ? 1/4πε0. അപ്പം 9 × 10⁻⁹ ഇൻറ്റു E എന്താ മക്കളെ? 1.6 × 10⁻⁻90 അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ G എത്രയാണ്? 6.67 × 10⁻⁻11. Me എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ എത്രയാണ്? 1.6 × 10⁻27. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടുമെന്ന് അറിയാവോടാ? 2.3 × 10⁻39 എന്ന് കിട്ടും. എത്ര കിട്ടും? 2.3 × 10⁻39 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു Fe by Fgയുടെ അല്ലെങ്കിൽ K E square by GMPMയുടെ റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.3 × 10⁻39 എന്ന് കിട്ടും. ഇത് എന്താ സിഗ്നിഫൈ എന്ന് വെച്ചാൽ എന്താ സിഗ്നിഫൈ ചെയ്യുന്നത്? ദിസ് വാല്യൂ റെപ്രസെന്റ്സ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആരൊക്കെ തമ്മിലുള്ള? ബിറ്റ്വീൻ ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 1.4. Explain the meaning of the statement electric charge of a body is quantized. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഒരു ഇലക്ട്രിക് ചാർജിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്താണ് ഒരു ഇലക്ട്രിക് ചാർജ് എന്ന്? അവരുടെ പ്രോപ്പർട്ടീസാണ് പഠിക്കുന്നത്. ആ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അപ്പോൾ എന്താ നമുക്ക് അതിൻ്റെ അകത്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നാ ഇവിടെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോണ്ട് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ചോദ്യം. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ടോട്ടൽ ചാർജ് ഇൻ എ ബോഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ്. ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജിന് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഈക്വൽ ആയിരിക്കും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അതാണ് എന്താ ഇലക്ട്രിക് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് Q ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? പ്ലസ് ഓർ മൈനസ് NE എന്ന് പറയാം. Q ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം മക്കളെ? പ്ലസ് ഓർ മൈനസ് NE എന്ന് പറയാം. അതായത് ഒരു ടോട്ടൽ ചാർജിന്റെ ബോഡി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ് E എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁻19 കൂളം. അതിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിളിന് ഈക്വൽ ആയിരിക്കും. അത് എന്താവത്തില്ലടാ? ഇവിടെ n എന്തൊക്കെയാവാം? 1 2 3 4 അങ്ങനെ പോവാം. അതായത് ഇന്റഗ്രൽ മൾട്ടിപ്പിളിന് ഈക്വൽ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും അതൊരു ഫ്രാക്ഷനോ അങ്ങനെയൊന്നും ആകത്തില്ല. അതായത് ചാർജസ് ഒരിക്കലും എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല? ഫ്രാക്ഷൻ ആയിട്ടൊന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. ഓക്കെ അല്ലേ? ഹെൻസ് ഇറ്റ് എ ബോഡി പോസസ് ഓൺലി എന്താണ്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രിക് ചാർജസ്. അതാണ് എന്താ ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ അല്ലേ? അതിൽ എ പാർട്ട് ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? വൈ ക്യാൻ വൺ ഇഗ്നോർ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് വെൻ ഡീലിംഗ് വിത്ത് മാക്രോസ്കോപ്പിക് ദാറ്റ് ഈസ് ലാർജ് സ്കെയിൽ ചാർജസ്. ഒരു ലാർജ് സ്കെയിൽ ചാർജസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ, അതായത് മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ ഒരാൾക്ക് എങ്ങനെയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമ്മളൊരു ഇലക്ട്രോണിന്റെ ചാർജ് എടുക്കുകയാണെങ്കിൽ അത് എത്രയാടാ? ഇലക്ട്രോണിന്റെ ചാർജ് എടുക്കുകയാണെങ്കിൽ 1.6 × 10⁻⁻19 കൂളോംബാണ്. നമ്മളൊരു മാക്രോസ്കോപ്പിക് ലെവലിൽ എടുക്കുകയാണെങ്കിൽ ചാർജസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര ഹൈ ആയിരിക്കും. അവർ എത്ര ആയിരിക്കും? ഒരു 10⁻13 ഇലക്ട്രോണിക് ചാർജസ് ഒക്കെ ആയിരിക്കും അല്ലേ? ഒരു മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ആകുമ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ചാർജിന്റെ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ ഹ്യൂജ് ആയിരിക്കും. അങ്ങനെ ഒരു ഹ്യൂജ് വാല്യൂ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു 10⁻⁻19 എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞാണ്. അപ്പോൾ അതൊരു കമ്പയറബിൾ അല്ല. ഓക്കെ അല്ലേ? ഇവിടെ ഒരു ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണ്? ഇറവലന്റ് ആയിരിക്കും. കാരണം മറ്റേത് മാക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ അവരുടെ വാല്യൂ എന്താണ്? വളരെ ഹ്യൂജ് ആണ്. അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? ഇറവലന്റ് ആയിപ്പോ. ഇവർ വളരെ ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല.
ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാർജ് സ്കെയിൽ ചാർജസ് എടുക്കുമ്പോൾ നമ്മുടെ കോണ്ടൻസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ഇഗ്നോർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1.5. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? when a glass rod is rubbed with a silk cloth, അതായത് ഒരു ഗ്ലാസ് റോഡ് ഞാൻ എന്തുകൊണ്ട് റബ്ബർ ചെയ്യുന്നു? ഒരു സിൽക്കിന്റെ ക്ലോത്ത് കൊണ്ട് റബ്ബർ ചെയ്യുന്നു. ചാർജ് അപ്പിയേഴ്സ് ഓൺ ബോത്ത്. അപ്പൊ എന്ത് ചെയ്യുന്നു? രണ്ട് ബോഡിയിലും, അതായത് സിൽക്ക് ക്ലോത്തിലും ഗ്ലാസ് റോഡിലും എന്ത് അപ്പിയർ ചെയ്യുന്നു? ചാർജ് അപ്പിയർ ചെയ്യുന്നു. A similar phenomena is observed with many other pairs of bodies. Explain how this observation is consistent with the law of conservation of charge. ഇത് എങ്ങനെ കൺസിസ്റ്റന്റ് ആവുന്നത്? എന്ത് വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് വഴി നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിത് എങ്ങനെ പറയാൻ പറ്റൂടാ? ഒരു ഗ്ലാസ് റോഡ് ഒരു സ്ലിക്ക് ക്ലോത്തുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ രണ്ടിനും ചാർജ് അപ്പിയർ ആവുന്നുണ്ട്. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. രണ്ടിലും എന്ത് അപ്പിയർ ചെയ്യുന്നുണ്ട്? ചാർജ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇനി അത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? റബ്ബ് ചെയ്യുമ്പോൾ ഈ ഗ്ലാസ് റോഡ് ആയിക്കോട്ടെ സ്ലിക്ക് ക്ലോത്ത് ആയിക്കോട്ടെ, രണ്ടും റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രാണ്. റബ്ബ് ചെയ്യുന്നതിന് മുമ്പ്, റബ്ബ് ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ, റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ് റോഡ് ആയിക്കോട്ടെ സ്ലിക്ക് ക്ലോത്ത് ആയിക്കോട്ടെ, രണ്ട് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഗ്ലാസ് റോഡ് എന്ത് ചെയ്യുന്നു? സ്ലിക്ക് ക്ലോത്തുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാ? റബ്ബ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ. റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഗ്ലാസ് റോഡിലുള്ള കുറച്ച് ഫ്യൂ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? സിൽക്ക് ക്ലോത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഈ ഫ്യൂ ഇലക്ട്രോൺസ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ഗ്ലാസ് റോഡ് ടു സിൽക്ക് ക്ലോത്ത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തപ്പെടുമ്പോൾ ഗ്ലാസ് റോഡിന് എന്ത് ചാർജ് ആവും? ഗ്ലാസ് റോഡ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്. ഗ്ലാസ് റോഡിൽ നിന്ന് ചാർജ് പോവില്ല, അപ്പൊ ചാർജ് പോണ ഇവൻ എന്താവും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. അതുപോലെ സിൽക്ക് ക്ലോത്തിന് എന്ത് ചാർജ് ആവൂടാ? സിൽക്ക് ക്ലോത്ത് ബിക്കം നെഗറ്റീവ്ലി ചാർജ്. അതിന് ചാർജ് കിട്ടുവാണ്, അപ്പൊ അത് എന്താവും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഓക്കെ അല്ലേ? അപ്പൊ ഗ്ലാസ് റോഡിൽ നിന്ന് ചാർജ് പോയി, മറ്റേന്ന് ചാർജ് കിട്ടി, ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജ് ആയി, മറ്റേ സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ചാർജ് ആയി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ നീ ട്രാൻസ്ഫർ ചെയ്ത് എത്ര ചാർജ് ആണോ, അതായത് ഗ്ലാസ് റോഡിൽ നിന്ന് പോയി എത്ര ചാർജ് തന്നെയാണോ അത്രയും ചാർജ് തന്നെ ആയിരിക്കും സിൽക്ക് ക്ലോത്തിലും ഉള്ളത്. അതായത് ഇവിടുന്ന് ഒരു 5 മൈക്രോ കൂളംബ് ചാർജ് ആണെങ്കിൽ അവിടെ കിട്ടുന്നത് എത്രയായിരിക്കും? 5 മൈക്രോ കൂളംബ് ചാർജ് തന്നെ ആയിരിക്കും. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ഗ്ലാസ് റോഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻ സിൽക്ക് ക്ലോത്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും അവിടെ. അപ്പോഴും അവിടെ നെറ്റ് സിസ്റ്റം, ആ ഒരു നെറ്റ് സിസ്റ്റത്തിന്റെ ചാർജ് എടുത്താൽ, അതായത് സിൽക്ക് ക്ലോത്തിന്റെ ഗ്ലാസ് റോഡിന്റെയും കൂടെ നെറ്റ് ചാർജ് എടുത്താൽ അത് എന്തായി? +5 -5 അല്ലെങ്കിൽ +x -x രണ്ടും എന്തായി പോടാ? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്തിന്റെ ബേസിലുള്ളതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിന്റെ ബേസിലാണ്. അതായത് ഇനിഷ്യലി ഉള്ളത് റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ചാർജ് ഒന്നും ഇല്ല, അപ്പോഴും നെറ്റ് ചാർജ് 0 ആണ്. റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ചാർജ് ട്രാൻസ്ഫർ ആയി, പക്ഷെ അപ്പോഴും ആ ഒരു സിസ്റ്റത്തിന്റെ നെറ്റ് ചാർജ് എടുക്കുമ്പോൾ അപ്പോഴും എന്താണ്? 0 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് ആപ്ലിക്കബിൾ ആണ്? നമ്മുടെ കൺസർവേഷൻ ഓഫ് ചാർജ് ആപ്ലിക്കബിൾ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മുടെ ചാർജിങ് ബൈ എന്താണ്? ഫ്രിക്ഷൻ അല്ലെ കണ്ടക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആയിട്ടുള്ളതാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 1.6. For point charges QA is equal to 2 microcoulomb, QB is equal to -5 microcoulomb, QC is equal to 2 microcoulomb, QD is equal to -5 microcoulomb are located at the corners of a square ABCD of side 10 cm. What is the charge on a charge of 1 microcoulomb placed at the center of the square? അതായത് ഇതാണ് എൻ്റെ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ. ഈ സ്ക്വയറിൻ്റെ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഈ എയിൽ എന്തുണ്ട്? 2 മൈക്രോ കൂളംബ് ഉണ്ട്, ബിയിൽ എന്തുണ്ട്? -5 മൈക്രോ കൂളംബ് ഉണ്ട്, സിയിൽ 2 മൈക്രോ കൂളംബ് ഉണ്ട്, ഡിയിൽ -5 മൈക്രോ കൂളംബ് ഉണ്ട്. ഇത് ഓരോന്നും കോർണേഴ്സിലിരിക്കുകയാണ്. ഈ ഒരു സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. എനിക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ എന്ത് കൊണ്ടുവയ്ക്കുന്നു? ഒരു 1 മൈക്രോ കൂളംബ് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ അല്ലേ? ഇവിടെ ഞാനൊരു 1 മൈക്രോ കൂളംബ് കൊണ്ടുവയ്ക്കുന്നു. പ്ലസ് അല്ലേ? +1 മൈക്രോ കൂളംബ് കൊണ്ടുവയ്ക്കുന്നു. എങ്കിൽ ഇവിടുത്തെ ഫോഴ്സ്, ഈ ഒരു 1 മൈക്രോ കൂളംബിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്നാ ക്വസ്റ്റ്യൻ. പറഞ്ഞേടാ. ഇവിടെ ഒരു 1 മൈക്രോ കൂളംബ് ഉണ്ട്, ഇവിടെ ഒരു 2 മൈക്രോ കൂളംബ് ഉണ്ട്. ഇത് ഈ ചാർജിന്, രണ്ടും പോസിറ്റീവ് അല്ലേ? ഇത് ഈ ചാർജിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇത് ഈ ചാർജിനെ റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. ഓക്കെ അല്ലേ? ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 1/4πε0 ഇൻറ്റു 2 × 10⁻⁻6 ഇൻറ്റു 1 × 10⁻⁻6 ഡിവൈഡഡ് ബൈ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇടാ ഇത് 10 ആണെങ്കിൽ ഇതിന്റെ ഡയഗണൽ, ഒരു സ്ക്വയറിന്റെ ഡയഗണൽ എത്രയായിരിക്കും? 10√2 ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10√2/2 ആയിരിക്കും. അതായത് 5√2 എന്ന് വരും.
5 റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ എന്ന് ഇട്ടിട്ട്. ഓക്കെ അല്ലേ? ഇത് ഈ ഫോഴ്സ്. ഇനി ഇവിടെ നോക്ക്, ഇത് 2 മൈക്രോ കൂളോംബ് ആണ്, ഇത് 1 മൈക്രോ കൂളോംബ് ആണ്, രണ്ടും പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു 2 മൈക്രോ കൂളോംബിനെ ഇത് റിപ്പൽ ചെയ്യും. അപ്പൊ ഇങ്ങോട്ട് ഇതിൻ്റെ ഒരു ഫോഴ്സ് വരും അല്ലേ? ആ ഫോഴ്സിന്റെ വാല്യൂ എത്ര കിട്ടും? 1/4πε0 ഇൻറ്റു Q1 എത്രയാടാ? 2 × 10⁻⁻6 ഇൻറ്റു 1 × 10⁻⁻6 ഡിവൈഡഡ് ബൈ എന്താ, ഡയഗണലിന്റെ പകുതി തന്നെയല്ലേ ലെങ്ത്, 5 റൂട്ട് ടു ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് ഇങ്ങോട്ടുള്ള ഫോഴ്സ് എത്രയാണോ അതേ ഫോഴ്സ് തന്നെ തിരിച്ചുള്ളത്. അപ്പൊ രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്താവും? 0 ആയി പോകും. അത് ഓക്കെ അല്ലേ? ഓക്കെ. എ സിയിൽ എന്തില്ല? എലോങ് നെറ്റ് ഫോഴ്സ് ഇല്ല. ഇനി നമുക്ക് ബിയും ഡിയും കൊണ്ട് നോക്കാം. ഇവിടെ ഒരു 5 മൈക്രോ കൂളംബ് ഉണ്ട്, ഇവിടെ ഒരു 1 മൈക്രോ കൂളംബ് ഉണ്ട് അല്ലേ? അതെ. ഈ 1 മൈക്രോ കൂളംബ് പോസിറ്റീവ്, ഇത് മൈനസ് ആയതുകൊണ്ട് ഈ ഒരു മൈനസ് ചാർജിന് ഇത് എന്ത് ചെയ്യും? ഇവിടെ അട്രാക്ട് ചെയ്യും അല്ലേ? ഈ 1 മൈക്രോ കൂളംബിന് ഇത് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് ഇങ്ങോട്ട് വരും. അതുപോലെ ഇതും എന്ത് ചെയ്യും? ഇതിനെ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് ഇങ്ങോട്ട് വരും അല്ലെ? രണ്ടിലും അട്രാക്ഷൻ നടക്കും. പക്ഷെ ആ രണ്ട് ഫോഴ്സ് എന്താണ്? രണ്ടിലും അട്രാക്ഷൻ നടന്നുകൊണ്ട് അവിടെയും രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് അല്ലേ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അവിടെ ഈക്വൽ വരും. കാരണം ഇത് 1 ഇത് 5, ഇതും 1 ഇതും 5. രണ്ടിന്റെ ഫോഴ്സിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആ. അപ്പോൾ രണ്ട് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ട് വരും. പക്ഷെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നില്ലേ? അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഈ നെറ്റ് ഫോഴ്സും ഈ ഒരു ഓറഞ്ച് കളറിലുള്ള നെറ്റ് ഫോഴ്സ് എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. മഞ്ഞയിലുള്ളതും പോകും, ഓറഞ്ചിലുള്ളതും പോകും. അപ്പോൾ അവിടെ നെറ്റ് ഫോഴ്സ് എന്തായി മാറും മക്കളെ? അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആവും? 0ക്ക് ഈക്വൽ ആവും. അവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയ്ക്ക് ഈക്വൽ ആവും? 0ക്ക് ഈക്വൽ ആവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റിന് ഡൗട്ട് ഉണ്ടോ? ഇല്ല.